ഇന്നു പകൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. നിന്റെ കുഞ്ഞുങ്ങളോട് വാഗ്ദത്തം ചെയ്ത ദൈവം, നിങ്ങളുടെ കുടുംബത്തോട് വാഗ്ദത്തം ചെയ്ത ദൈവം, ആ മഹാപുരോഹിതൻ ഇന്ന് നമ്മുടെ മധ്യേ വിശ്വസ്തനായി നിൽക്കുന്നു. ഇന്നു പകൽ കഴുകേണ്ടതുപോലെ കഴുകുക, ശുദ്ധീകരിക്കേണ്ടതുപോലെ ശുദ്ധീകരിക്കുക, ആമേ പുതുവഴിക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്നു പകൽ സ്വർഗത്തിലേക്ക്, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുക. ആമേ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് ചെല്ലുക. ഇന്നു പകൽ ഹൃദയം ആമേ ദുർമനസാക്ഷി വിട്ട് ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെന്ന ഈ പകൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് എന്റെ വാക്ക് അവസാനിപ്പിക്കുക. എന്റെ ദൈവം വാഗ്ദത്തം ചെയ്തവനാണെങ്കിൽ അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കു മാറാത്തവനാണ്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വാഗ്ദത്തം ആമേ നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ടെങ്കിൽ, നിറവേറാതെ കിടപ്പുണ്ടെങ്കിൽ, ആ വാഗ്ദത്തം നിറവേറ്റ എന്റെ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നതിന് മാത്രം സ്തോത്രം ചെയ്യുക. വിശ്വസ്തനായ ദൈവം, വിളിച്ചിറക്കിയവൻ വിശ്വസ്തന. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായതുകൊണ്ട് 25 വർഷം കഴിഞ്ഞിട്ട് അവൻ തന്റെ വാക്ക് പാലിച്ചെങ്കിൽ, ഹന്നായോട് ദൈവം ചെയ്ത വാഗ്ദത്തം 1 വർഷം കഴിഞ്ഞിട്ടെങ്കിലും അത് ദൈവം പരിപാലിച്ചെങ്കിൽ, ഇന്ന് മകൻ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം, നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തം, നിന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം, ആമേൻ, നിന്റെ കുടുംബജീവിതത്തോട്, നിന്റെ ജോലിയോട്, നിന്റെ ആരോഗ്യത്തോട് സ്വർഗം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ദൈവം വിശ്വസ്തനാകയാ. ആമേൻ, ദൈവം അത് നിവർത്തിക്കുമെന്ന് വിശ്വാസമുള്ളവർ സ്തോത്രം പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ ആത്മാവി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ.